അച്ഛന് സെമിനാരിയിൽ പോയി കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സെമിനാരിയിൽ നിന്ന് നിർത്തി പോരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? എൻ്റെ സെമിനാരി ഫോർമേഷൻ്റെ പല സമയങ്ങളിൽ എനിക്കങ്ങനെ അവസാനിപ്പിച്ച് പോരണമെന്ന് തീരുമാനിച്ച സമയങ്ങളുണ്ടായി. ആദ്യത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് മൈനസ് സെമിനാരിൽ പ്രീ ഡിഗ്രിക്കുള്ള സമയം. സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ഒരു 10-12 പേര് ഒറ്റയടിക്ക് സെമിനാരി നാട്ടിൽ ലീവ് ചെയ്തു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം എൻ്റെ കൂടെ അതുപോലെ ഞങ്ങൾ കളിക്കാനും പരിപാടിക്കൊക്കെ കൂടെ ഉണ്ടായിരുന്ന പലരും അങ്ങോട്ട് പെട്ടെന്ന് എന്നിവർ നമ്മുടെ അടുത്ത് പറഞ്ഞില്ല പോവാണ്. അതിന് നമ്മൾ പ്രിപ്പയർഡാണ്. ഇതുമാര് മനസ്സിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നവരോ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ വന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാരെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ്. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം ഉണ്ടാകും. നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമുക്ക് അവിടെ ആത്മീയമായ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഷെയർ ചെയ്യാൻ ഒരാളെ എല്ലാ മാസവും നമ്മൾ കാണും. നമ്മുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ എനിക്ക് പറ്റണില്ല, വീട്ടിൽ പോകണം, ഭയങ്കര വിഷമം. അപ്പോൾ ഈ സ്പിരിച്വൽ ഡയറക്ടർ ശരിക്കും എന്നെ ഗൈഡ് ചെയ്തു. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, ശരിക്കും ഗൈഡ് ചെയ്തു. അത് ഇങ്ങനെയായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ സെമിനാരിൽ ചേർന്നപ്പോൾ നീ ഒറ്റയ്ക്കല്ലേ ചേർന്നെന്ന് ചോദിച്ചു. അതെ. ഇനി അച്ഛനായാലും ഇവരെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നിനക്ക് ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല. നീ ഇവരെ കണ്ടിട്ടല്ലല്ലോ സെമിനാരിൽ ചേർന്നേ, നീ അച്ഛനാകാൻ കർത്താവിനെ കണ്ടിട്ടല്ലേ. പുള്ളി അങ്ങനെ എന്നെ ഒന്നും വല്ലാതെ അങ്ങോട്ട് അസ്വസ്ഥപ്പെടുത്തി. അപ്പൊ ഞാൻ ഇച്ചിരി പോയിട്ട് 3 ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കുറച്ച് വചനമൊക്കെ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, ഞാൻ ഇവരൊന്നും കണ്ടിട്ടല്ല സെമിനാരി ചേർന്ന്, സെമിനാരി വന്നു കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഫ്രണ്ട്ഷിപ്പാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രൈസിസ് ഫേസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി. ഇത് കഴിഞ്ഞ് ഫിലോസഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ക്രൈസിസ് ഉണ്ടല്ലോ. ആ സമയത്ത് ഇതെൻ്റെ വിളിയാണോ, എനിക്ക് ഈ വിളിയിൽ നിലനിൽക്കാൻ പറ്റുമോ? നമ്മുടെ ചില ബലഹീനതകൾ, നമ്മുടെ ചില വീഴ്ചകൾ, ആ പ്രായത്തിൻ്റെതായ അവസ്ഥകളൊക്കെ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യും. അപ്പോൾ നമുക്കിതിൽ പറ്റുമോ, ഒരു അച്ഛനാകാൻ പറ്റുമോ, അച്ഛനായാലും നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുമോ? അതൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു കൺഫ്യൂസിങ് സ്റ്റേജിലേക്ക് പോയൊരു സമയമാണ് ഫിലോസഫിയൊക്കെ പഠിക്കുന്ന സമയം. അപ്പം അന്നും ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോകണമെന്നൊക്കെ പറഞ്ഞ സമയത്തും എന്നെ സ്പിരിച്വലി 1-2 വട്ടം ഗൈഡ് ചെയ്തു. വളരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ സമയത്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് എൻ്റെ കൂടെ ഞങ്ങൾ 44 പേരാണ് സ്റ്റാർട്ടിങ്ങിൽ സെമിനാരിൽ തുടങ്ങിയത്. അച്ഛനായത് വെറും 4 പേരാണ്. 40 പേരും ശരിക്കും പറഞ്ഞാൽ പോയി. എന്ന് പറയുന്ന പോലെ ഇതിനിടയ്ക്ക് എനിക്കും പോകേണ്ടതായിരുന്നു. പക്ഷെ അബ്രാൻ്റെ വലിയ കരുണ, ദൈവം എന്നോട് കാണിച്ച വലിയ ഔദാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്.